ഭാരതത്തിനോടും നമ്മൾ ജീവിക്കണ കാലഘട്ടത്തിനും ശപിക്കണേന് പകരം അതിനോട് സദാ നന്ദി പ്രകടിപ്പിക്കുകയാണ് വേണ്ടതെന്നാ പൂന്താനം പഠിപ്പിക്കണം. ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ മദർലാൻഡ് ആൻഡ് ഓൾസോ ടു ദ ടൈംസ് യു ലിവ്. അത് വളരെ പ്രധാനമാണ്. മാത്രമല്ല മറ്റുള്ളവർ അടിച്ചു പഠിപ്പിക്കുക, ചീത്ത പറയുകയൊന്നും ചെയ്യരുത്. എൻകറേജ് ചെയ്യുക, നാമം ജപിക്കുക. നമ്മുടെ ധർമ്മത്തിലെ ഏറ്റവും വലിയൊരു കുഴപ്പം തന്നെ നമുക്ക് കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സ്വഭാവമില്ല. കൂട്ടപ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റു മതങ്ങളിലേക്ക് നോക്കണം. വെറുതെ വിമർശിച്ചിട്ട് കാര്യമില്ല, പഠിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. കൂട്ടപ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഒരു സിംഗിൾ പോയിൻ്റഡായിട്ട് കൂട്ടപ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. എന്തുകൊണ്ടാണ് ജ്യോത്സ്യന്മാർ അഷ്ടമംഗല്യ പ്രശ്നം, സ്വർണ്ണ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ കൂട്ടപ്രാർത്ഥന നടത്താൻ പറഞ്ഞു? അതിൻ്റെ പവർ അത്രയാണ്. ഒരു കുടുംബത്തിന് അനവധി സമസ്യകളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവരും ഏകമനസ്സായിട്ട് ഒന്നിച്ചിരുന്നിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ. നമ്മുടെ ഈഗോ സമ്മതിക്കില്ല ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ. ഉറക്കെ ഒന്ന് നാമം ചെല്ലില്ല. നമ്മൾ ഒരു കോൺഗ്രിഗേഷനിൽ ഒന്നിച്ചിരിക്കില്ല നമ്മൾ. അത് ബ്രേക്കായാൽ, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കലക്റ്റീവ് ചാണ്ടിങ് ഭയങ്കര പവർ. നാളെ സമയമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒരു 2 മിനിറ്റേക്ക് നാരായണനാമം അങ്ങനെ ചെല്ലിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. അല്ലെങ്കിൽ ഇപ്പം ജ്ഞാനപ്പാന കേട്ടതിന് ഫലമില്ല. അതുകൊണ്ട് എപ്പോഴും സംഘടിതമായിട്ടുള്ള സങ്കീർത്തനം വളരെ ആവശ്യമാണ്. പിന്നെ സ്പിരിച്വൽ വഴി നമ്മുടെ ആധ്യാത്മിക സാധനയെ ലളിതമാക്കുക. വളരെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള റിച്വൽസ്, എടുത്താൽ പൊങ്ങാത്ത മന്ത്രങ്ങൾ, ഒരിക്കലും മനസ്സിലാവാത്ത കാര്യങ്ങൾ, അഭിരുചിയില്ലാത്ത ദേവതയെ ഉപാസിക്കുക, ഇതൊന്നും ചെയ്യരുത്. ആ ദേവതയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല, നമ്മുടെ ഭഗവാൻ ഒരു വിഷമം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. നമുക്ക് ഒക്കുന്നത് ചെയ്തു പോകുക. LKG പഠിക്കേണ്ടവൻ LKG പഠിക്കുക, PhD എടുക്കാൻ പറ്റണം PhD എടുത്തോട്ടെ. ഒരിക്കലും ഭക്തിയിൽ ആനന്ദം കണ്ടെത്തുന്നവനെ പോയിട്ട് നിർബന്ധിച്ച് തല്ലി വേദാന്തം പഠിപ്പിക്കരുത്. വേദാന്തത്തിൽ അഭിരമിക്കണവനെ ഒരിക്കലും നിർബന്ധിച്ച് ക്ഷേത്രത്തിലേക്കും പറഞ്ഞേക്കും. ഇത് രണ്ടും കൊണ്ടും വിഷം ഉൽപ്പാദിപ്പിക്കപ്പെടുക മനസ്സിൽ. വെറുപ്പ്, വേണ്ട, എനിക്കിത് പറ്റണില്ല എന്നുള്ള ചിന്ത വരും. അത് വന്നാൽ മനസ്സ് വീഴും, മടുപ്പ് വരും. ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീവിദ്യ ഫാഷനായി. ശ്രീവിദ്യ ഫാഷനാക്കാനുള്ളതല്ല, അത് ഒക്കണവരെ എടുക്കാവൂ. അതിനെ അസിധാരാവ്രതം എന്ന് പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെയും പറഞ്ഞു. ഞാൻ വാളിനെ ഇങ്ങനെ വയ്ക്കുക, കുത്തനെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നടക്കുക. ബാലൻസും വേണം, കാല് മുറിയാനും പാടില്ല. അതാണ് ശ്രീവിദ്യയുടെ ഉപാസന. ഇന്ന് അങ്ങനെയാണോ ശ്രീവിദ്യ കൊടുക്കുന്നത്? ശ്രീവിദ്യ ജപിക്കാൻ തുടങ്ങിയതിന് ശേഷം തന്നെ അനവധി കുടുംബത്തിലും ശരീരത്തിലും ഹെൽത്ത് കോംപ്ലിക്കേഷൻസും ഫാമിലി കോംപ്ലിക്കേഷൻസും മെൻ്റൽ കോംപ്ലിക്കേഷൻസും വരുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നത്. അത് മന്ത്രത്തിൻ്റെ കുഴപ്പമല്ല, നമ്മൾ പാകമാകാതെ അതെടുത്ത് പ്രയോഗിക്കണോണ്ടാണ്. മന്ത്രം മോക്ഷമാർഗമാണ്. അതുകൊണ്ടാണ് അതിനെ സൗഭാഗ്യവിദ്യ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണയുള്ളതൊക്കെ ഭാഗ്യമാണ്. പ്രകാശത്തിനെ എന്ത് കൊണ്ടുവരുന്നോ? ഭാഗ്യം. പ്രകാശത്തിനെ കൊണ്ടുവരുന്നത് ഭാഗ്യം. മോക്ഷമാകണ പ്രകാശത്തെ, ബ്രഹ്മവിദ്യയെ കൊണ്ടുവരുന്നത് സൗഭാഗ്യം. അതിന് മാത്രമേ സൗഭാഗ്യം എന്ന് പറയാൻ പാടുള്ളൂ. സൗ എന്നുള്ള ശബ്ദത്തിൽ പ്രപഞ്ച സൗന്ദര്യം നിൽക്കുന്നു. ബാലാമന്ത്രത്തിലെ ഒരു ബീജമാണത്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും പ്രപഞ്ചത്തിൻ്റെ താളഭംഗിയാണത്. അതിനെയാണ് ഈ സൗ ശബ്ദം കൊണ്ട് കൊടുക്കുന്നത്. അതാണ് സൗന്ദര്യ ലഹരി. ഡിസംബർ 24 സൗന്ദര്യലഹരിയുടെ ഒരു മഹിമ ഇൻട്രോ വരുന്നുണ്ട് എൻ്റെ പാലക്കാട്ടിലെ ക്ഷേത്രത്തിൽ. ഞാൻ എത്ര കാലമായിട്ട് സൗന്ദര്യലഹരി പറഞ്ഞിട്ടില്ല. അപ്പോൾ സന്ദർഭവശാൽ പറയും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സാധനമാണ്. കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ടിട്ട് അത്രയധികം കാണാപ്പാടെ ചൊല്ലി പഠിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് സൗന്ദര്യലഹരി. ഗുരുവായൂരപ്പൻ സൗന്ദര്യലഹരി എടത്തിരിയത്താവട അമ്മയുടെ ആ അകത്ത് വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് സൗന്ദര്യലഹരി ഇങ്ങനെ മധുരമായിട്ട് ചെല്ലണം കേട്ടു അത്ര. ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും ഗുരുവായൂരപ്പൻ ആ ശ്രീകോവിലാണെന്ന് വിചാരിക്കുന്നു. പുള്ളി അവിടെയൊക്കെ ഇറങ്ങി നടക്കും. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അമ്മയുടെ കോവിലിൻ്റെ മുന്നിലുള്ള വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ചെല്ലണത്ര മധുരമായിട്ട് ഇങ്ങനെ ചെല്ലു. ഹരിസ്വാമാരാധ്യ പ്രണത ജനസോഭ. അത് ഭഗവാന് മോഹിനിയാവാനുള്ള സൗന്ദര്യം കിട്ടിയത് നിന്നെ ഉപാസിച്ചിട്ടല്ലേ അമ്മ എന്നൊക്കെയാണ് പാടുന്നത്. അപ്പോൾ കൃഷ്ണനൊക്കെ കേട്ടു ഭയങ്കര സന്തോഷമായി. മൂപ്പര കേട്ട് കഴിയുമ്പോൾ മനസ്സിൽ വരച്ച് എനിക്കും ഇതുപോലെ ഒന്ന് വേണം. അങ്ങനെയാണ് അത്ര ഭട്ടേരിപ്പാടിന് വാദം കൊടുത്ത് കൊണ്ടുവന്നത്. എനിക്കും ഇതുപോലൊന്ന് വേണമെന്ന് കരുതിയിട്ട് അത്ര നാരായണി എഴുതിച്ചതെന്നൊരു കഥയുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ കലിയുഗത്തിൻ്റെ കലൗ സങ്കീർത്തനാത് ഏവമുക്ത സംഘ പരം വ്രജേത്. കലിയുഗത്തിൽ മോക്ഷം നേടാൻ സങ്കീർത്തനം കൊണ്ട് മാത്രമേ നടക്കൂ. കലൗ കേശവ കീർത്തനാത് എന്നും പറയും.
ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞാണ് കലിയിൽ കേശവനെയാണ് കീർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്.